Welcome all. Myself Alfie Elizabeth Joseph, Assistant Professor Triple Department SNIT Adur. So ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് Advanced Control Theory Module 4 last portion, that is state space representation of sampled data control system. So today we will first consider a problem on jury stability analysis of sample data control system and the state space representation of sample data systems. Just recollect what we have studied in the last section. So this is a problem on jury stability test. Given f of z equals z raised to 4 minus 1.7 into z cube plus 1.04 into z square minus 0.268 into z plus 0.024. Check the stability using jury's test. This is the question. So f of z തന്നിട്ടുണ്ട്, jury stability test ആണ് ഉപയോഗിക്കേണ്ടത്. സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ നോക്കാൻ. അപ്പോൾ ജൂറീസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു നെസസറി കണ്ടീഷൻ ഉണ്ട്, സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഉണ്ട്. നെസസറി കണ്ടീഷൻ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. ഒന്നുകൂടെ എഫ് ഓഫ് ഇസഡ് എടുത്തെഴുതി, അതിനുശേഷം എഫ് ഓഫ് വണ്ണിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, കണ്ടുപിടിക്കുകയാണ്. അതായത് ഇസഡിന് 1 ഇട്ട് കൊടുക്കുക തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ അകത്ത്. അപ്പം നമ്മൾ എപ്പോഴും സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ്. ക്വസ്റ്റിന് തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം, അത് വെച്ചിട്ട് വേണം നമ്മൾ ഫർദർ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ. സോ എഫ് ഓഫ് 1 ഈക്വൽസ് 1 മൈനസ് 1.7 പ്ലസ് 1.04 മൈനസ് 2.68 പ്ലസ് 0.024. ആൻസർ കിട്ടിയത് 0.096. സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ -1 ദ ഹോൾ റേസ് ടു n ഇൻറ്റു എഫ് ഓഫ് -1. അപ്പോൾ എഫ് ഓഫ് ഇസഡിന് പകരം -1 ഇട്ട് കൊടുക്കണം, അത് ഇൻറ്റു -1 ഹോൾ റേസ് ടു n. n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇസഡ് റേസ് ടു 4 ആണ്. സോ എന്നിൻ്റെ വാല്യൂ എത്ര ഇട്ട് കൊടുക്കണം? 4 ഇട്ട് കൊടുത്തു. അപ്പം സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ എത്ര കിട്ടി? 4.032. ഈ എഫ് ഓഫ് ഇസഡ് കാൽക്കുലേറ്ററിൽ കൊടുത്തിട്ട് ഇക്വേഷൻ എൻ്റർ ചെയ്തിട്ട് സോൾവ്. a ഈക്വൽസ് 1 ഇട്ട് കൊടുക്കുക, a ഈക്വൽസ് -1 ഇട്ട് കൊടുക്കുക. സെക്കൻഡ് കേസിൽ ആ കിട്ടിയ ഉത്തരം ഇൻറ്റു -1 ദ ഹോൾ റേസ് ടു എന്നും കൂടെ കൊടുത്താൽ മതി. അപ്പം സമയം അത്ര ലാഭിക്കാൻ പറ്റും. സോ അതിൻ്റെ ആൻസർ 4.032 എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് 1ഉം -1 ദ ഹോൾ റേസ് ടു n ഇൻറ്റു എഫ് ഓഫ് -1ഉം രണ്ടും എന്താ? ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ദ നെസസറി കണ്ടീഷൻസ് ഫോർ സ്റ്റെബിലിറ്റി ആർ സാറ്റിസ്ഫൈഡ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. ചെയ്തില്ല എങ്കിൽ ഇവിടെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. സോ ഫസ്റ്റ് വി ഗോ ഫോർ നെസസറി കണ്ടീഷൻസ്. സോ ഇഫ് ഇറ്റ് ഇസ് സാറ്റിസ്ഫൈഡ് ദെൻ വി വിൽ ഗോ ഫോർ സഫീഷ്യൻറ്റ് കണ്ടീഷൻ. ഇനി സഫീഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ജൂറീസ് റോ ഫോം ചെയ്യണം. അപ്പം നമുക്കറിയാം ആ ടേബിൾ അല്ലെങ്കിൽ ജൂറീസ് ടേബിളിനകത്ത് എത്ര റോസ് വേണം? 2n-3. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. സോ 2 × 4 8 - 3 5 റോസ് വേണം. അപ്പോൾ ഒന്നാമത്തെ റോനെ Z0 Z1 Z2 Z3യുടെ കോഎഫിഷ്യൻസിനെ A0 A1 A2 A3 എന്നുള്ള ആ കോഎഫിഷ്യൻസ് എഴുതുക. ഇവിടെ A0ൻ്റെ A0 എന്ന് പറയുന്നത് എത്രയാണ്? 0.024. A1 എന്ന് പറഞ്ഞാൽ എന്താ? -0.268. A2 എന്ന് പറഞ്ഞാൽ 1.04. A3 -1.7. A4 എന്ന് പറഞ്ഞാൽ Z raised to 4ൻ്റെ കോഎഫിഷ്യൻ 1. സെക്കൻഡ് റോനെ ഇപ്പോൾ എഴുതിയ ഫസ്റ്റ് റോനെ തിരിച്ചെഴുതുന്നതാണ് സെക്കൻഡ് റോ. പഠിച്ചാണ്. മൂന്നാമത്തെ റോ എഴുതുന്നത് എങ്ങനെ? പ്രീവിയസ് 2 റോൻ്റെ ഫസ്റ്റ് 2 ടേം ലാസ്റ്റ് 2 ടേം എടുക്കുമ്പോൾ മൂന്നാമത്തെ റോയിലെ ഫസ്റ്റ് എലമെന്റ് B0 കിട്ടും. സോ ഡിറ്റർമിനന്റ് ഓഫ് A0 A4 ആൻഡ് A4 A0 gives -0.994. ആൻഡ് B1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ സെക്കൻഡും ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് 2 എലമെന്റും സെക്കൻഡ് ലാസ്റ്റിൽ നിന്നുള്ള 2 എലമെന്റ്സിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 1.6936. B2 എന്ന് പറയുമ്പം എത്ര വരും? ഫസ്റ്റ് 2 എലമെന്റ്, പ്രീവിയസ് 2 റോയുടെ ഫസ്റ്റ് 2 എലമെന്റ് A0 A4ഉം പിന്നെ ലാസ്റ്റിൽ നിന്ന് മൂന്നാമത് വരുന്നത് സെക്കൻഡ് വരുന്നത് എഴുതും. അപ്പോൾ അത് എത്രയാണ്? A2 A2. സോ അതിൻ്റെ ആൻസർ -1.05. B3 എന്ന് പറയുമ്പോൾ റിമൈനിങ് ഫസ്റ്റ് 2 എലമെന്റ് ആൻഡ് ദ റിമൈനിങ് എലമെന്റ് ഫ്രം ദ ലാസ്റ്റ് സെക്ഷൻ. ലാസ്റ്റ് ഇതിൽ നിന്ന് ലാസ്റ്റ് എലമെന്റിൽ നിന്ന് മൂന്നാമതോ നാലാമതോ ഉള്ള എലമെന്റ് എടുക്കുക. അപ്പോൾ 0.2272. നോക്കുക, മുമ്പേ നമുക്ക് A4 വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കോഎഫിഷ്യൻ എത്രയും B3 വരെ ഒന്ന് കുറഞ്ഞു. ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ അതനുസരിച്ച് എടുത്തു വരണം, മാറിപ്പോലെ. അപ്പം B0 B1 B2 B3 എന്ന് പറഞ്ഞ് തേർഡ് റോ എഴുതി. ഫോർത്ത് റോ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഓർഡറിൽ എഴുതും. B3 B2 B1 B0 എന്ന് എഴുതും.
ഇനി അതിൻ്റെ അടുത്ത റോ ഫിഫ്ത്ത് റോയിൽ നമുക്ക് C1 C2 മുമ്പേ B3 ആണെങ്കിൽ ഇവിടെ എത്രയാണ് കാണത്തുള്ളൂ C0 C1 C2 വരത്തുള്ളൂ. അപ്പോൾ C0 എന്ന് പറയുമ്പം അഞ്ചാമത്തെ റോ ആണ്, അല്ല ആദ്യത്തെ എലമെന്റ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടേബിൾ എഴുതുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന്റെ പ്രീവിയസ് രണ്ട് റോയുടെ ഫസ്റ്റ് എലമെന്റും ലാസ്റ്റ് എലമെന്റും തമ്മിലുള്ള ഡിറ്റർമിനന്റ് 0.9472. C1 ആകുമ്പോൾ ലാസ്റ്റ് പ്രീവിയസ് രണ്ട് റോയുടെ ഫസ്റ്റ് ടു എലമെന്റും ലാസ്റ്റ് നിന്നുള്ള ഒരു എലമെന്റ് മൂന്ന്, അതായത് സെക്കൻഡ് ലാസ്റ്റ് എലമെന്റും തമ്മിലുള്ള ഡിറ്റർമിനന്റ്. അപ്പോൾ -1.462. C2 എന്ന് പറയുമ്പോൾ അറൌണ്ട് 0.6296 ഈ വിധത്തിൽ കിട്ടും. ഇനി നമുക്ക് റോ ഇല്ല, ആ ടേബിൾ അവിടെ കംപ്ലീറ്റ് ആണ്. 2n-3 എന്ന് പറയുമ്പോൾ 5 റോസ് ഓരോ എലമെന്റ്സിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. ഓൾട്ടർനേറ്റ് ആയിട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു റോ കഴിഞ്ഞ് അടുത്ത റോയിൽ എഴുതുന്ന ആ പ്രീവിയസ് റോയുടെ എലമെന്റ്സിന് റിവേഴ്സ് ഓർഡറിൽ എഴുതുകയാണ്. ടേബിൾ എഴുതിയപ്പോൾ ഫസ്റ്റ് റോയിലെ എലമെന്റ് A0ന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ലെസ് ദാൻ A4ന്റെ മാഗ്നിറ്റ്യൂഡ്, ഫസ്റ്റ് കണ്ടീഷൻ. അത് കഴിഞ്ഞ് തേർഡ് റോ നോക്കണം. തേർഡ് റോയിലെ B0ന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ 0.994 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ B3യുടെ മാഗ്നിറ്റ്യൂഡ് അല്ലേ. മാഗ്നിറ്റ്യൂഡ് ആക്കുമ്പോൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 0.2272. ഇനി അഞ്ചാമത്തെ റോയിൽ 0.94ന്റെ മാഗ്നിറ്റ്യൂഡ് 0.94, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ C2, അതായത് 0.6296നേക്കാളും കൂടുതലാണ്. സോ ദീസ് ആർ ദ കണ്ടീഷൻസ് ഫോർ sufficient conditions for stability. So necessary conditions, sufficient conditions determine ചെയ്ത് satisfy ചെയ്തു, hence the system is stable എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് Jury's stability test. We have done this type of problems in the last section. So just keep on doing and studying and make your calculations as speed as possible. As fast as possible. Next is state variable analysis of discrete time system. Discrete time system എന്ന് പറഞ്ഞാൽ sample data control system. ആ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും discrete signal രൂപത്തിൽ ആണ് ഇൻഫോർമേഷൻ എങ്കിൽ അതിനെയാണ് sample data system എന്ന് പറയുന്നത്. അപ്പോൾ discrete time system എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് systems that result from sampling the continuous time system output at discrete instance. അതായത് sample data system ഒരു continuous time സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ടിനെ സാമ്പിൾ ചെയ്ത് കിട്ടുമ്പോഴാണ് എന്താ സാമ്പിൾ ഡാറ്റ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ systems that are inherently discrete, where the system states are defined only at discrete time instant and what happens in between is of no concern to us. അപ്പോൾ ഇൻഹറന്റ് ആയിട്ട് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ളതുണ്ട്, രണ്ട് വിധത്തിൽ ഡിസ്ക്രീറ്റ് സിസ്റ്റം ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഹൗ ടു റൈറ്റ് ദ സ്റ്റേറ്റ് ഇക്വേഷൻ ഓഫ് സാമ്പിൾ ഡാറ്റ സിസ്റ്റം അല്ലെ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കേണ്ടത്. So let us assume that the following continuous time system is subjected to sampling process with an interval of t. Sampling എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒരു continuous time സിഗ്നലിൽ നിന്ന് സാമ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സാമ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ പീരീഡ് ആണ് സാമ്പിളിംഗ് പീരീഡ് t. 1/t എന്ന് പറയുന്നതാണ് സാമ്പിളിംഗ് ഫ്രീക്വൻസി അല്ലെങ്കിൽ സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയും. സ്റ്റേറ്റ് ഇക്വേഷൻ x dot equals ax of t plus b du of t ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതി. അതിനുശേഷം നമ്മുടെ ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റമാണ് ഇപ്പോൾ എഴുതിയത്. അതിന്റെ സൊല്യൂഷൻ x of t എഴുതുന്നു. u of t എന്ന് പറഞ്ഞ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സാമ്പിൾസ് ഒബ്റ്റെയിൻ ചെയ്യുവാണ്, u of kt ആണ്. ഇനി നമ്മൾ രണ്ട് x of tയും x of t plus 1ഉം എടുത്തിട്ട് അതിന്റെ ഇക്വേഷൻ എഴുതുവാണ്. x of t equals phi of t minus kt into x of kt plus theta of t minus kt into uk of t. above solution അകത്ത് കൊണ്ടുപോയി എഴുതുന്നുള്ളൂ. ഇനി t equals k plus 1 into t അടുത്ത സാമ്പിൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന സമയമാകുമ്പോൾ x of k plus 1 into t നമുക്ക് എഴുതാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി, ഇത് പഠിക്കേണ്ടതില്ല. സോ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഷോർട്ട് ആക്കി എഴുതാം. x of k plus 1 equals y of 1 into x of k plus theta of 1 into u of k. y of k എന്ന് പറഞ്ഞാൽ c into x of k plus d into u of k എന്ന് എഴുതും. ഇനി നമുക്കൊരു ഇൻഹറന്റ് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് സ്പേസ് മോഡൽ എഴുതുവാണെങ്കിൽ x of k plus 1 equals a into x of k plus b into u of k. and y of k equals c into x of k plus d into u of k. അതായത് ഇൻഹറന്റ് ആയിട്ട് ആ സിസ്റ്റം ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് k എന്ന് കൊടുക്കാം.
മുമ്പേ നമ്മൾ കൺസിഡർ ചെയ്ത എന്താ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ റിസൾട്ടിൽ നിന്ന് സാമ്പിൾസ് ഒപ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് മുമ്പത്തെ രീതിയിൽ നമ്മൾ എഴുതിപ്പോയത്. സോ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ യു ഓഫ് ടി ആണെങ്കിൽ ആ ടിക്ക് വരെ കെ ഇൻറ്റു ക്യാപിറ്റൽ ടി കൊടുക്കണം. അതിൽ നിന്ന് സാമ്പിൾസ് ഒപ്റ്റെയിൻ ചെയ്യുന്നതാണ് മുമ്പേ കൺസിഡർ ചെയ്ത സ്റ്റേറ്റ് സ്പേസ് ഇക്വേഷൻ ഫോർ സാമ്പിൾ ഡാറ്റ സിസ്റ്റം. ഇത് സെക്കൻഡ് ടൈപ്പ് ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ ഡയറക്റ്റ് നമുക്ക് എഴുതാം. നമ്മൾ കൺസിഡർ ചെയ്തത് ഫസ്റ്റിലെ നമ്മൾ ജൂറി സ്റ്റെബിലിറ്റി വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തു. പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം, കാൽക്കുലേറ്റർ മാക്സിമം യൂസ് ചെയ്യണം. പിന്നെ അടുത്തത് നമ്മളൊരു സാമ്പിൾ ഡാറ്റ സിസ്റ്റം അല്ലെ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് കണ്ടത്. രണ്ട് ടൈപ്പ് ഡിസ്ക്രീറ്റ് സിസ്റ്റം ഉണ്ട്, ഇൻഹെറന്റ് ഉണ്ട്, അല്ലാതെ കണ്ടിന്യൂസ് ടൈമിൽ നിന്ന് സാമ്പിൾസ് ഒപ്റ്റെയിൻ ചെയ്ത് എടുക്കുന്ന സിസ്റ്റം ഉണ്ട്. സോ അതിന്റെ രണ്ടിനെയാണ് സ്റ്റേറ്റ് സ്പേസ് കണ്ടത്. താങ്ക് യു.